ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തോട്ട് പോവാണ്. അപ്പോൾ ഇതൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് വിത്ത് മിനിമൽ പ്രോഡക്റ്റ്സ് വെച്ചിട്ട്. ഇപ്പോൾ അടുത്ത എൻ്റെ സ്കിന്നിന് ഒരുപാട് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടായതിനു ശേഷം ഞാൻ കുറച്ച് കാലത്തേക്ക് അധികം പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. എൻ്റെ ഞാൻ യൂസ് ചെയ്തൊരു പ്രോഡക്റ്റ് ഓയിലി സ്കിന്നിന് പറ്റാത്ത ഒരു പ്രോഡക്റ്റായിരുന്നു. അതുകൊണ്ട് ഒരു ഫേസ് പാക്കായിരുന്നു. അത് ഇട്ട ശേഷം ഒരുപാട് ഇഷ്യൂസായി. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ റിക്കവർ ചെയ്ത് വരുവാണ്. സ്കിന്നിൽ ഇപ്പോഴും കുറച്ചൊക്കെ ചെറിയ ചെറിയ ബ്രേക്ക്ഔട്ട്സ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ നോൺ സ്റ്റിക്കി ഫ്രഷ് മോയ്സ്ചറൈസറാണ്. അതിനുശേഷം എനിക്ക് ഇപ്പോഴത്തെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള എക്കോളജിക്കയുടെ സൺസ്ക്രീനാണ്. ഇതൊരു ഡൂയി ടെക്സ്ചർ കൊടുക്കട്ടോ. നമ്മളൊന്നും ഫേസിനകത്ത് ഗ്ലോയറൊന്നും ഇട്ടില്ലെങ്കിലും മുഖത്തൊരു നാച്ചുറൽ ഗ്ലോ ഈ ഒരു സൺസ്ക്രീൻ കൊണ്ട് കിട്ടും. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. പിന്നെ ഞാനിത് രാത്രി വരെ വല്ല പ്രോഗ്രാമിന് പോകുമ്പോൾ ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ടാൽക്കം പൗഡർ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളതിന് ശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ പോവുകയാണ്. ഞാൻ കുറച്ച് മുമ്പേ തന്നെ വാസ്ലിൻ വെച്ച് ലിപ്സ് സ്ക്രബ് ചെയ്തിട്ട് അത് തുടച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മാബിലിൻ സൂപ്പർ സ്റ്റേ മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് 380 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിൽ വരുന്ന ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ഇനി വേറൊരു ഷെയ്ഡും കൂടി സെയിം ലിപ്സ്റ്റിക്ക് ബ്രാൻഡിൻ്റെ വേറൊരു ഷെയ്ഡ് 65 എന്ന് പറഞ്ഞ ഷെയ്ഡ് ഞാൻ കൊടുക്കുകയാണ്. അത് ഫുള്ളല്ല, ഇന്നർ ലിപ്സിന് ഏരിയ ആയിട്ട് കുറച്ച് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ചെറുതായിട്ട് ഒന്ന് സ്പഞ്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു ലിപ്സിന് കുറച്ചും കൂടി ഒരു കളർ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഞാനിത് ചെയ്യുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. കാരണം രണ്ട് കളറും മിക്സ് ആവാതെ എനിക്ക് ആ ഒരു ഇന്നർ കോർണേഴ്സിൽ മാത്രം ഒരു 65 എന്നുള്ള ഷെയ്ഡ് മതി. അതുകൊണ്ട് ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ട് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളൊരു ടിപ്സ് യൂസ് ചെയ്തൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇനി ഈ രണ്ട് ലിപ്സ്റ്റിക്ക് എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. ഞാൻ എന്താ പറയുക, എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും. എത്ര ഫുഡ് കഴിച്ചാലും ഐസ്ക്രീം കഴിച്ചാലും ഒക്കെ നമുക്ക് ഈ സംഭവമൊന്നും പോകത്തില്ല. അപ്പോൾ എൻ്റെ ഐബ്രോ പെൻസിൽ ഇവിടെ കാണുന്നില്ല. അപ്പോൾ എൻ്റെ ബേബിയുടെ ബ്രഷ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ പുരികം ത്രെഡ് ചെയ്തിട്ട് കുറേ നാളായി, അതുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുത്ത ശേഷം എൻ്റെ കയ്യിലുള്ള സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ സെറ്റ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഗ്യാപ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് വളരെ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പാലറ്റാണ്. സൂക്ഷിച്ച് യൂസ് ചെയ്യില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് എപ്പോഴും നിങ്ങളിതിൽ ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം ചെറുതായി ഇട്ട ശേഷം പതുക്കെ ബിൽഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ കട്ട പണി കിട്ടും. ഇത് തന്നെ ഞാൻ കുറച്ച് പ്രാക്ടീസിന് ശേഷമാണ് ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ വട്ടം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് പണി കിട്ടിയായിരുന്നു. ഞാനിവിടെ വന്നിട്ട് ബാംഗ്ലൂർ വന്നിട്ട് ഒരിക്കലും ത്രെഡ് ചെയ്യാൻ പോയിട്ടില്ല. കൊച്ചിനെ ഇവിടെ നിർത്തിയിട്ട് ബ്യൂട്ടി പാർലറൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, അവൾ എന്നെ കാണാൻ നിൽക്കത്തില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ചെയ്യണം. ഞാനിവിടെ അർബൻ ക്ലാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സർവീസ് ഉണ്ട്, വീട്ടിൽ വന്നിട്ട് നമുക്കിതൊക്കെ ചെയ്തു തരും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയില്ല, എന്തായാലും ഞാനത് അധികം വൈകാതെ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഈ ബാംഗ്ലൂരൊക്കെയുള്ള ആളുകൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ വിളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നാശമോ എന്തെങ്കിലും ഇതുപോലത്തുള്ള സർവീസുകൾക്ക് വേണ്ടിയിട്ട് അർബൻ ക്ലാപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ എന്നുള്ള പോലെ ആ സർവീസുകളെല്ലാം വാക്സിങ് ആയാലും എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും. ഞാൻ ഹെയർ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ അർബൻ ക്ലാപ്പിന്. പിന്നെ ഇനി ഫൈനലായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഐ ഷേഡോ, ഒരു ചെറിയൊരു ഗ്ലോയി ആയിട്ടുള്ളൊരു ഐ ഷേഡോ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് വന്നാൽ അതിൻ്റെ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് എൻ്റെ ഐസിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും അതുപോലെ ഞാൻ വളരെ കുറച്ചെടുത്ത് അത് സ്മഡ്ജ് ചെയ്ത് മിക്സ് ചെയ്യണം കേട്ടോ. പതുക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ അതിൽ കൂടുതൽ എടുത്താൽ മതി. തുടക്കത്തിലിടുമ്പോൾ തന്നെ കുറച്ചെടുക്കുക. കണ്ണൊക്കെ നല്ല നമ്മുടെ ഐലൈനർ ഇട്ട് കഴിയുമ്പോൾ കണ്ണൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കും. പിന്നെ ഒരുപാട് മേക്കപ്പ് ഒന്നും ഇല്ലാത്ത ലുക്കും പിന്നെ സ്കിന്നും എപ്പോഴും ഒരു ഗ്ലോവി ആയിരിക്കും.
അങ്ങനെ ഞാനൊരു ആയി കഴിഞ്ഞു. ഞാൻ സെയിം കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. അടുത്തത് എൻ്റെ ഐ ഷാഡോ ഒന്ന് സെറ്റ് ആവാൻ ടൈം കൊടുത്ത ശേഷം ഞാൻ ഇയറിങ്സ് ഇടാണ്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു കിറ്റ് ഉണ്ടായിരുന്നു, അതിൽ ഒരുപാട് ചെറിയ ചെറിയ സ്റ്റഡ്സും ഇതുപോലെ ചെറിയ കമ്മലുകളൊക്കെ ആയിട്ട് ഒരു സെറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. ഓൾമോസ്റ്റ് 300 ബിലോ വാങ്ങിച്ചാണ്. എനിക്കതിനകത്തൊരു 10-12 കമ്മലിൻ്റെ സെറ്റ് കിട്ടി. എനിക്കിതുപോലെ സിമ്പിളായിട്ടുള്ള കമ്മലുകൾ ഇടാനാണ് ഇഷ്ടം ഓഫീസിൽ പോകുമ്പോൾ. അല്ലെങ്കിൽ ഞാൻ പണ്ടൊക്കെ ഒരുപാട് ഹെവി ആയിട്ടുള്ള കമ്മലുകൾ യൂസ് ചെയ്തിരുന്ന ആളായിരുന്നു കേട്ടോ, പഠിക്കുന്ന ടൈമിലെല്ലാം. ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി എൻ്റെ കണ്ണൊന്ന് സെറ്റായ ശേഷം ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലല്ല, ഐലൈനർ പെൻ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്താണ്. എനിക്ക് ഒരുപാട് ലൈൻ ചെയ്യാൻ ഇഷ്ടമല്ല, പിന്നെ എനിക്ക് ശരിക്കും വരയ്ക്കാനും അറിയത്തില്ല. അതാണ് മെയിൻ സംഭവം. എനിക്ക് നന്നായിട്ട് എഴുതാൻ അറിയത്തില്ല. ഐലൈനറൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരുപാട് ലിക്വിഡ് ലൈനർ എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് പറ്റും. ഈ ഒരു സ്കെച്ച് പെൻ ആകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ എടുക്കുന്നത് ജസ്റ്റ് ഹെർബിൻ്റെ ഒരു ടിൻ്റാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന് ഭയങ്കര നാച്ചുറലായിട്ട് തോന്നുന്ന ഒരു ബ്ലഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഐ ഷേഡായിട്ട് യൂസ് ചെയ്യാം, ലിപ്സിൽ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് ലിപ്സിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഇത് നമ്മൾ ബ്ലഷായിട്ടോ അല്ലെങ്കിൽ ഐ ഷേഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്കിത് ഫ്രീ ബി ആയിട്ട് കിട്ടിയതാണ്. ഞാൻ നാച്ചുറൽ ഇവരുടെ ജസ്റ്റ് ഹെർബിൻ്റെ ഒരു ലിപ്സ്റ്റിക് കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊപ്പം അവരെനിക്ക് ഫ്രീ ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ട്രയൽ പോലെ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഞാൻ പറയാം കളറൊക്കെ അടിപൊളിയാണ്, പക്ഷേ അതൊക്കെ ലോങ് ലാസ്റ്റിംഗ് അല്ല. പിന്നെ അത് ഭയങ്കര ഈസിലി ഫ്രാഞ്ചൈലി ആവുന്നതാണ്. അതുകൊണ്ട് അത് ഒരിക്കലും വാങ്ങിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഓൾറെഡി അതിന് കളേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വളരെ മിനിമലായിട്ട് ഞാൻ ബ്ലഷ് ഇട്ടു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ബൈ.